സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് ദിനം പ്രതി വരുന്നുണ്ട് മോഷണ വാർത്തകൾ. കൊച്ചി പെരുമ്പാവൂരിലേക്ക് പോവുകയാണെങ്കിൽ മോഷണത്തിന് അവിടെ ഒരു കുറവുമില്ല. ആളൊഴിഞ്ഞ വീടുകളിലാണ് ഏറ്റവും കൂടുതൽ മോഷണം നടക്കുന്നത്. വിദേശത്തുള്ളയാളുടെ അടച്ചിട്ട വീട്ടിൽ മോഷണം നടന്നു എന്നുള്ള വാർത്തയാണ് ഏറ്റവും ഒടുവിലായി പുറത്തുവരുന്നത്. വീട്ടുമുറ്റത്ത് മോഷ്ടാക്കളുടേതെന്ന് കരുതുന്ന മാരകായുധങ്ങളും കണ്ടെത്തി. പോലീസ് പട്രോളിംഗ് ശക്തമാക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. കഴിഞ്ഞ വ്യാഴാഴ്ച രാത്രിയിലായിരുന്നു സംഭവം. പെരുമ്പാവൂർ BOC റോഡിൽ പല്ലാച്ചി നിസാറിന്റെ വീട്ടിലാണ് മോഷണം നടന്നത്. വീട്ടുടമസ്ഥൻ കുടുംബവും ഒരുമിച്ച് വിദേശത്താണ് താമസം. രാത്രി ശബ്ദം കേട്ട് പ്രദേശവാസികൾ എത്തിയപ്പോഴേക്കും മോഷ്ടാവ് ഓടി രക്ഷപ്പെടുകയായിരുന്നു. വീടിന്റെ മുൻവാതിൽ പൂർണ്ണമായും പൂട്ട് തകർത്ത നിലയിലാണ്. പിൻവശത്തെ വാതിൽ തൂമ്പ ഉപയോഗിച്ച് പൊളിക്കാൻ ശ്രമം നടത്തിയിട്ടുണ്ട്. ഇതുകൂടാതെ വീട്ടുമുറ്റത്ത് മാരകായുധങ്ങളും കണ്ടെത്തി. അലമാരകൾ തുറന്ന് സാധനങ്ങൾ വലിച്ചു വാരിയിട്ട നിലയിലായിരുന്നു. വിലപിടിപ്പുള്ള സാധനങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് ഉടമസ്ഥർ വന്നതിനു ശേഷം മാത്രമേ കൃത്യമായി അറിയാനാകൂ. വിവരം അറിയിച്ചതിനെ തുടർന്ന് പെരുമ്പാവൂർ പോലീസ് സ്ഥലത്തെത്തി പരിശോധനകൾ നടത്തി. പെരുമ്പാവൂർ നഗരത്തിൽ കഴിഞ്ഞ ഒരാഴ്ചക്കിടെ നിരവധി മോഷണങ്ങളാണ് നടന്നിട്ടുള്ളത്. പോലീസിന്റെ രാത്രികാല പെട്രോളിംഗ് ശക്തമാക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. ഒരു വീട് നശിപ്പിക്കാവുന്നതിന്റെ പരമാവധി ഇവിടെ നശിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ഇതിനൊന്നും ഒരു സംരക്ഷണം ജനത്തിന്റെ സ്വത്തിനും ഇതിനൊന്നും ഒരു സംരക്ഷണവുമില്ല. പകൽ സമയത്ത് ആക്രി സാധനങ്ങൾ പെറുക്കാൻ വരുന്നവർക്ക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തണമെന്നും ആവശ്യമുയരുന്നുണ്ട്.